ഹേ ഓൾ വെൽക്കം ബാക്ക് ടു റാറ്റെയിൽ. സോ ഇന്ന് നമ്മൾ ഒരു മൾട്ടിപർപ്പസ് DIY ആണ് ചെയ്യുന്നത്. ഞാനിത് മൾട്ടിപർപ്പസ് എന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾക്ക് വാൾ ഡെക്കോറായി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ആയും കൊടുക്കാം. സോ ക്രിസ്മസ് ഒക്കെ അല്ലേ, സോ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ. നമ്മൾ എത്ര പൈസ കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞാലും ഹാൻഡ് മെയ്ഡ് ആയിരിക്കും കുറച്ചുകൂടെ പ്രഷ്യസും കുറച്ചുകൂടെ ലവബിളും ആയിട്ടുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമ്മളൊരു സ്റ്റാർ ആണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ഒരുപാട് ട്രൈ ചെയ്തു, മേ ബി മോർ ദൻ 10 ടൈംസ് ഞാൻ ചെയ്തു. 11th ടൈം എനിക്ക് ശരിയായെങ്കിലും ഞാൻ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ട്രൈ ചെയ്യുമ്പോൾ എനിക്കത് ശരിയായി വന്നില്ലായിരുന്നു. സോ ഞാൻ കണ്ടിന്യൂസ് ഇത് ട്രൈ ചെയ്തു, ഫെയിലായി. സോ അതും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും സക്സസ് സ്റ്റോറി മാത്രം വേണ്ട, നമുക്ക് ഫെയിലിയർ ഒക്കെ സംഭവിക്കുമല്ലോ, അതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്യുന്ന പാർട്ട് ഭയങ്കര ഹാർഡായി ചെയ്യാതെ ഇച്ചിരി ലൂസായി, അതായത് ഹെയർ അവിടെ ഹോൾഡ് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കോർണേഴ്സ് ഒക്കെ പ്രസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഇതിന്റെ ട്രിക്ക് എന്ന് എനിക്ക് തോന്നുന്നു. സോ അതുപോലെ ഞാനൊരു 5 to 6 സ്റ്റാർസ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ ബ്ലൂ ആൻഡ് പിങ്ക് ആണ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് കളേഴ്സ് ആണോ കൂടുതൽ ഇഷ്ടം ആ കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഒരു വാട്ടർ കളർ പേപ്പർ എടുത്തിട്ട് ആ സ്റ്റാർസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. സോ ഞാനിവിടെ ചെയ്യുന്ന തീം ഒരു പെൻഗ്വിൻ, ഒരു നൂലിൽ സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ കിട്ടും, നമ്മൾ ബലൂൺ പിടിക്കില്ലേ ആ ഒരു ടൈപ്പാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ബലൂൺ മറ്റേ സ്റ്റാർസ് ആണ് ചെയ്യുന്നത്. സോ ഞാൻ ആ ഒരു തീമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പിൻട്രസ്റ്റ് നോക്കി ഞാൻ ഒരു പെൻഗ്വിന്റെ പിക്ചർ വരച്ചു കൊടുത്തു. എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു പ്ലാനും ഇല്ലാതെയായിരുന്നു ഞാൻ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എന്ത് വരയ്ക്കുന്നു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. കാറ്റ് വരയ്ക്കാന്ന് വിചാരിച്ചു, പിന്നീട് റാബിറ്റ് വരച്ചാലോ എന്ന് ഓർത്തു. അങ്ങനെ ഒരു പിക്ചേഴ്സ് സെർച്ച് ചെയ്യുമ്പോഴാണ് പെൻഗ്വിൻ കണ്ടത്. പിന്നെ ഫൈനലൈസ് ചെയ്തു, ഓക്കെ ഇത് മതി എന്ന് ഞാൻ ഫൈനലൈസ് ചെയ്തു. കളറൊക്കെ കൊടുത്തതിന് ശേഷം അങ്ങനെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഔട്ട്ലൈൻ, അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ബിക്കോസ് എനിക്ക് ഔട്ട്ലൈൻ കൊടുത്ത് അതിന്റെ ഫൈനൽ റിസൾട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ഞാൻ ആ ഡ്രോയിങ് ഞാനൊരു ഫ്രെയിമിലാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഈ പേപ്പർ ഫ്രെയിം എങ്ങനെയാ ചെയ്യുന്ന ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. അങ്ങനെ ഫ്ലോട്ടിംഗ് സ്റ്റാർസിന് വേണ്ടി ഞാനൊരു 5 to 6 സ്റ്റാർസ് ചെയ്തിട്ട് ഈ ഫ്രെയിമിന്റെ അകത്ത് വെച്ചു. എന്നിട്ട് ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് എടുത്ത് ഞാനത് കവർ ചെയ്ത് കൊടുത്തു. സോ ദിസ് ഇസ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമന്റ് ഇടും, ഞാൻ വായിക്കാം. താങ്ക് യു.